യുഡിഎഫിനകത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഘടക കക്ഷികൾ എന്ന് പറയാനായിട്ട് ആപ്പാടെ ഒരു മുസ്ലിം ലീഗും, പിന്നെ RSP കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, പിന്നെ കേരള കോൺഗ്രസ് അനൂപ് ജേക്കബിൻ്റെ പാർട്ടി ജേക്കബ് ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള ചില പാർട്ടികളെ നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിക്കേണ്ട ഒരു ഗതികേടുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് VD സതീശൻ എന്ന് ഞാൻ പറയുന്നത്. ഏകദേശം 9 ദിവസം കഴിയാൻ വേണ്ടി പോവുകയാണ് ഈ യാത്ര തുടങ്ങിയിട്ട്. ഈ 9 ദിവസം കഴിഞ്ഞിട്ടും ഒരു സ്ഥലത്ത് പോലും, ഒരു പോയിന്റിൽ പോലും ഈ മാണി സി കാപ്പൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പ്രതിപക്ഷ നേതാവ് ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ടും അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ നൽകാൻ ശേഷിയും ഇവർക്കില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. ജാഥയിൽ പങ്കെടുക്കാത്തതിന് വേണ്ടി മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ജാഥയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ CPM-നെതിരെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരത്തില്ലേ? കാപ്പൻ ഏതെങ്കിലും രീതിയിൽ CPM-നെയോ BJP-യോ വിമർശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ടുകൾ പലതും പോകുന്നേ. കാപ്പൻ 3-ാം സ്ഥാനത്തേക്ക് പോകാനായിട്ടുള്ള സർവ്വവിധ സാധ്യതകളുമാണുള്ളത്. മത്സരം നടക്കുക എന്ന് പറയുന്നത് LDF-ഉം BJP ആയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പാല. നമസ്കാരം. ഇപ്പോൾ UDF-ന്റെ പുതുയുഗ യാത്ര, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കേരളത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. ഈ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ നിലപാടുകൾ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതിലെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, ഈ പുതുയുഗ യാത്രയിൽ പല ഘടക കക്ഷികളും ഇതിനോട് വിയോജിച്ച് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? UDF-നകത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഘടക കക്ഷികൾ എന്ന് പറയാനായിട്ട് ആപ്പാടെ ഒരു മുസ്ലിം ലീഗും, പിന്നെ RSP കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, പിന്നെ കേരള കോൺഗ്രസ് അനൂപ് ജേക്കബിൻ്റെ പാർട്ടി ജേക്കബ് ഗ്രൂപ്പ്, ഇത്തരം പാർട്ടി മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ UDF-നകത്ത് ഘടകകക്ഷി എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെയുള്ളത് PV അൻവറിൻ്റെ പാർട്ടിയാണ്, PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ്. ഇത്രയും പാർട്ടികളെ മാത്രമേ നമുക്ക് UDF-ന്റെ ഘടകകക്ഷികൾ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അത് കൂടാതെ തന്നെ CMB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CMB എന്നുള്ള പാർട്ടിയുടെ ശക്തിയല്ല, അതിനപ്പുറത്ത് CP ജോൺ എന്ന ഒരു നേതാവിൻ്റെ മികവ്, ആ മികവ് കൊണ്ടാണ് ആ പാർട്ടിയെ വ്യത്യസ്തമാക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ബാക്കിയൊക്കെയുള്ള പാർട്ടികൾ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അധികാര നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രം അതിനകത്ത് തുടരുന്ന പ്രസ്ഥാനങ്ങളാണ്. ഇങ്ങനെയുള്ള ചില പാർട്ടികളെ നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിക്കേണ്ട ഒരു ഗതികേടുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് VD സതീശൻ എന്ന് ഞാൻ പറയുന്നത്. VD സതീശൻ ഈ സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഈ ഇടപെടലുകൾ നടത്തുന്ന സമയത്തൊക്കെ വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മുസ്ലിം ലീഗ് ഒഴിച്ചുള്ള മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടി വളരെ ഗൗരവകരമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ വലിയൊരു മുന്നേറ്റമാണ് UDF-ന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 80 സീറ്റിലേക്ക് മാത്രമാണ് UDF-ന് മേൽക്കൈ നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ 80-ൽ തന്നെ 12 1500 വോട്ട് മാത്രമാണ് ഭൂരിപക്ഷമുള്ളത്. ഈ 1500 വോട്ട് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആവാൻ സാധ്യതയുള്ള സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്നും ഒരിക്കലും UDF വളരെ വലിയൊരു മേൽക്കൈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഇപ്പോൾ UDF നടത്തുന്ന ഒരു പുതുയുഗ യാത്ര, ഈ പുതുയുഗ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം UDF കേരളത്തിൽ അധികാരത്തിൽ വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു യാത്രയാണിത്. കാരണം ജനങ്ങൾക്കിടയിൽ UDF-ന് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഈ ജാഥ കടന്നു വരുന്നത്. അതിനിടയിൽ ചില നേതാക്കന്മാർ UDF ഒറ്റക്കെട്ടായിട്ട് തന്നെ പോകേണ്ടതാണ്. ആ ഒറ്റക്കെട്ടായിട്ട് പോകേണ്ടതിന് പകരമായിട്ട് ഇതിനകത്ത് നിന്ന് ചില ഘടകകക്ഷികളൊന്നും ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതൊന്നും ഒരു പാർട്ടിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യക്തികൾ മാത്രമാണ്. ആ വ്യക്തികൾക്ക് ചുറ്റും സാമ്പത്തിക അധികാര നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടിയിരുന്നിട്ട് അതിനൊരു പാർട്ടി എന്ന് വിളിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം K സുധാകരൻ നയിച്ച സമരാഗ്നി എന്ന് പറഞ്ഞുകൊണ്ടൊരു ജാഥ ഉണ്ടായിരുന്നു. ഈ സമരാഗ്നി എന്ന് പറയുന്ന ജാഥയുടെ എല്ലാ യോഗങ്ങളിലും പങ്കെടുത്തിരുന്നയാളാണ് ഈ പറഞ്ഞ കേരള പ്രവാസി അസോസിയേഷൻ്റെ നേതാവായിട്ടുള്ള UDF-ന്റെ ഘടകകക്ഷിയായിരുന്ന ശ്രീ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്. അദ്ദേഹത്തെ ഇപ്പോൾ UDF-ൽ കാണാനില്ല. അദ്ദേഹത്തെ UDF-ൽ നിന്ന് പുറത്താക്കിയോ ഇല്ലയോ, എടുത്ത കാര്യവും പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടില്ല, പുറത്ത് കളഞ്ഞ കാര്യം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. UDF-ന്റെ മീഡിയ സെല്ലിൻ്റെ ചുമതല വഹിക്കുന്ന ആൾ കൂടിയിട്ടാണ് ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന് പറയുന്നത്. അതുകൂടാതെ ആ മുന്നണിക്കകത്തുള്ള മറ്റൊരു നേതാവാണ് ഈ മാണി സി കാപ്പൻ എന്ന് പറയുന്നത്. മാണി സി കാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പം തന്നെ അവിടെ പ്രഖ്യാപിച്ചു, UDF-ന്റെ ഒരു സ്ഥലത്തും സീറ്റ് ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും തുടങ്ങിയിട്ടില്ല.
ഇന്നയാൾ ഇന്ന സ്ഥലത്ത് മത്സരിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിനോട് വരെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കരുത്, കാരണം എന്താ വെച്ചാൽ സീറ്റുകളിൽ ഒരുപക്ഷെ വെച്ചുമാറ്റം നടത്തേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാലായിൽ ഇപ്പോൾ തന്നെ കാപ്പൻ സ്വമേധയാ താൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജോസ് കെ മാണിയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. ഈ കാപ്പൻ എന്തുകൊണ്ടാണ് ഈ പുതിയുഗ യാത്രയുടെ ഒരു വേദിയിൽ പോലും പോകാത്തത്? ഏകദേശം 9 ദിവസം കഴിയാൻ വേണ്ടി പോവുകയാണ് ഈ യാത്ര തുടങ്ങിയിട്ട്. ഈ 9 ദിവസം കഴിഞ്ഞിട്ടും ഒരു സ്ഥലത്ത് പോലും, ഒരു പോയിന്റിൽ പോലും ഈ മാണി സി കാപ്പൻ എന്ന് പറഞ്ഞ വ്യക്തി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇദ്ദേഹം പാലയിൽ നിന്ന് മത്സരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പാലയിൽ നിന്ന് മത്സരിച്ച് പുള്ളി MLA ആകുമെന്നും അതിനുശേഷം മന്ത്രിയാകുമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ മന്ത്രിയായി കഴിഞ്ഞാൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്കുള്ള ആളുകളെ വരെ പുള്ളി നിയമിച്ചു കഴിഞ്ഞു. പക്ഷേ UDF നടത്തുന്ന ഒരു സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. പിന്നെയും ഉണ്ടെന്നേ, JSS എവിടെയാണ്? ഫോർവേഡ് ബ്ലോക്ക് എവിടെയാണ്? ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ പല സ്ഥലങ്ങളിലും UDFന്റെ യോഗം നടക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഇങ്ങനെയുള്ള സമര പരിപാടികളിൽ, ഇത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ജാഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജാഥയിൽ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ ഏത് ജാഥയിലാണ് ഇവരൊക്കെ പങ്കെടുക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. പിന്നെ പ്രതിപക്ഷ നേതാവ് ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ടും അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ നൽകാൻ ശേഷിയും ഇവർക്കില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. അങ്ങനത്തെ ഒരു വസ്തുത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗ് പല നേതാക്കന്മാരുമായിട്ടും പല രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ചർച്ച നടത്തി മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. PV അൻവറുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയതും മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും ജോസ് കെ മാണിയുമായിട്ട് UDF ചർച്ച നടത്തിയെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ചർച്ച നടത്തിയതിൽ മുസ്ലിം ലീഗ് പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സുപ്രധാനമായിട്ടുള്ള പല നീക്കങ്ങളും നടത്തുന്നത് മുസ്ലിം ലീഗ് ആണെന്നിരിക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മാണി സി കാപ്പൻ കുഞ്ഞാലിക്കുട്ടിയെ പോയി കാണുകയാണ്. കുഞ്ഞാലിക്കുട്ടിയെ പോയി കാണുകയാണ്. പാലായിൽ ജോസ് കെ മാണി UDFലേക്ക് വന്നു കഴിഞ്ഞാൽ പാല വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ടിട്ട് അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ടിട്ട്, പാലായിൽ ജോസ് കെ മാണി UDFലേക്ക് വരുന്നതിന് എനിക്ക് പ്രശ്നമില്ല, പക്ഷേ പാല ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ആണ്. തീർച്ചയായിട്ടും മാണി സി കാപ്പന്റെ അതിനിടയിൽ ഒരു കാര്യം പറയാനുണ്ട്. ഇത് പറഞ്ഞതിന് 2 ആഴ്ച മുമ്പ് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ജോസ് കെ മാണിയുടെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന സമയത്ത് കാപ്പൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വന്നോട്ടെ കുഴപ്പമില്ല, UDFന് വേണ്ടിയിട്ട് പാല വിട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2 ആഴ്ചക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം തൊട്ട് പിന്നാലെ തന്നെ പോയിട്ട് കുഞ്ഞാലിക്കുട്ടിയെ പോയി കാണുന്നു. അതാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നുള്ളതാണ്. ഇതിനകത്ത് തന്നെ വേറൊരു സംഗതി എന്ന് പറയുന്നത്, ഇനി ജോസ് കെ മാണി പാലായിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്ന് പറയുന്നു. ജോസ് കെ മാണി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഒരു കാരണവശാലും UDFലേക്ക് പോകുന്ന പ്രശ്നമില്ല എന്ന് പരസ്യമായിട്ട് ജോസ് കെ മാണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും മാണി സി കാപ്പൻ വല്ലാതങ്ങ് ഭയപ്പെടുകയാണ്. ഇനി എങ്ങാനും വന്നാൽ, ഇനി അഥവാ ബിരിയാണി കൊടുത്താലോ എന്നുള്ള രീതിയിൽ മാണി സി കാപ്പൻ അവിടെ ഇപ്പോഴും പാലായ്ക്ക് വേണ്ടിയിട്ട് ചർച്ച നടത്തുന്നു. തിളച്ച എണ്ണയിൽ കൈവച്ച് ഞാൻ പറയാമെന്ന് ജോസ് കെ മാണിയെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരുന്നു. കർത്താവിൻ്റെ നാമത്തിൽ പറയാമോ എന്ന് മാണി സി കാപ്പൻ തിരിച്ചു ചോദിക്കുന്നു. അങ്ങനെ തുടർച്ചയായിട്ടുള്ള വാഗ്വാദങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഇതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പങ്ക് തന്നെയാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്, മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ UDF ഇല്ല. സത്യമാണോ? മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ UDF ഇല്ല. മുസ്ലിം ലീഗിന് ഒരു ഭാഗത്ത് LDF ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് വരാൻ വേണ്ടി പറഞ്ഞിട്ട്. അങ്ങനെ മുസ്ലിം ലീഗ് പോയി കഴിഞ്ഞാൽ UDFന്റെ അടിത്തറ തന്നെ തകരുകയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDF ഭരണത്തിൽ ഇനി എങ്ങാനും വന്നു കഴിഞ്ഞാൽ, ഒരു പക്ഷേ UDF അധിക മന്ത്രിസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഒരുപക്ഷെ പിരിഞ്ഞു പോകേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ സർക്കാർ, വരാനിരിക്കുന്ന സർക്കാർ കൂപ്പുകുത്താൻ പോവുകയാണ്. മുസ്ലിം ലീഗ് കൂടുതൽ മന്ത്രിസ്ഥാനം ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അടുത്ത പ്രാവശ്യം ഒരുപക്ഷെ മുസ്ലിം ലീഗ് പ്രതിപക്ഷ സ്ഥാനം തന്നെ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഭരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കാനുള്ള സാധ്യതകളും അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം UDFന്റെ അകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ പാലായിൽ ഏകദേശം 13 തവണ KM മാണി മത്സരിച്ച് വിജയിച്ചു വന്നു. ആ KM മാണി മത്സരിച്ച് വിജയിച്ചു വന്നതിന് ശേഷമാണ് പിന്നീട് 2019 KM മാണിയുടെ മരണത്തിന് ശേഷം പാലായിൽ അട്ടിമറി വിജയം നടത്തിക്കൊണ്ട് മാണി സി കാപ്പൻ വരികയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, 2011 ഏകദേശം BJP 5% വോട്ട് അവിടെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് 12% വർദ്ധിപ്പിക്കുന്നുണ്ട്. 2019 എത്തുമ്പോൾ, ആ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ BJP 25,000 വോട്ടിലേക്ക് അവിടെ
ഉറപ്പിക്കുകയാണ്. അതായത് ഇത്തവണ പാലായിലെ മത്സരം യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് UDFും LDFും തമ്മിലല്ല, നേരെ മറിച്ച് പാലായിൽ നടക്കാൻ വേണ്ടി പോകുന്നത് LDFും BJPയും തമ്മിലായിരിക്കും മത്സരം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതിന് അടിസ്ഥാനമുള്ളൊരു കാര്യമാണ്. കാരണം എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25,000 വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് അവിടെയുള്ള ഒരു വോട്ട് തന്നെയാണ്. ഈ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത് നേരെ മാണി സി കാപ്പനാണ് പോയിട്ടുള്ളത്. 15,000 വോട്ട് മാണി സി കാപ്പനാണ് പോയിട്ടുള്ളത്. 2021 അന്ന് BJP സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന പ്രമീള ദേവിക്ക് വെറും 10,000 താഴെ വോട്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി 15,000 വോട്ടെന്ന് പറഞ്ഞാൽ കാപ്പൻ്റെ പെട്ടിയിലേക്കാണ് വീണിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോൺ ജോർജ് അവിടെ മത്സരിക്കും. ഷോൺ ജോർജ് ആയിരിക്കും അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. അങ്ങനെ ഷോൺ ജോർജ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വരുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പണ്ട് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന 3-4 പഞ്ചായത്തുകൾ ഇന്ന് പാലാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതായത് പുതിയ പാലാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതോടുകൂടി ഷോൺ ജോർജിന് കഴിഞ്ഞ പ്രാവശ്യം കാപ്പൻ വോട്ട് ചെയ്തിട്ടുള്ള എല്ലാ BJPക്കാരും വോട്ട് ചെയ്യും. അതുകൂടാതെ തന്നെ PC ജോർജിൻ്റെ സ്വാധീന വലയത്തിലുള്ള കുറച്ച് ആളുകൾ കൂടി വോട്ട് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UDF എന്ന് പറയുന്ന സംവിധാനം, കൂടാതെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, UDFിനകത്ത് തന്നെ കാപ്പനോട് എതിർപ്പുണ്ട്, കോൺഗ്രസ്സുകാർക്ക് കാപ്പനോട് എതിർപ്പുണ്ട്, അതോടൊപ്പം തന്നെ കാപ്പനോട് കോൺഗ്രസ്സുകാർക്ക് എതിർപ്പുണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർക്ക് എതിർപ്പുണ്ട്. കാരണം പരസ്യമായിട്ട് പ്രകടനവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ കാപ്പനെ സംബന്ധിച്ചിട്ട് കാപ്പൻ 3-ാം സ്ഥാനത്തേക്ക് പോകാനായിട്ടുള്ള സർവ്വവിധ സാധ്യതകളുമാണുള്ളത്. മത്സരം നടക്കുക എന്ന് പറയുന്നത് LDFും BJP ആയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പാല. അതുകൊണ്ട് തന്നെയാണ് ഈ കാപ്പന് ഈ കിടന്ന് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി, മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഈ കിടന്ന് കയ്യും കാലും വിട്ടടിച്ച് അയ്യോ 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 എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഞാൻ പാല ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള മൈൻഡുമായിട്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞുതരാം. കാപ്പനെ സംബന്ധിച്ചിട്ട് കാപ്പൻ പാല വിട്ടിട്ട് ഇപ്രാവശ്യം മത്സരിക്കാൻ സാധ്യതയുള്ളത് തിരുവമ്പാടിയിലാണ്. കാപ്പന് പാലായിൽ മത്സരിക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പാലായിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാപ്പൻ ഒരു കാരണവശാലും പാലായിൽ മത്സരിക്കാനായിട്ടുള്ള സാധ്യതകൾ തന്നെ കുറവാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ പാലാ മുനിസിപ്പൽ ഇലക്ഷന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം ആർക്കും തെളിയിക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ പുളിക്കക്കണ്ടം ഫാമിലി അവിടെ എടുത്തിട്ടുള്ള ഡിസിഷൻ UDFിനൊപ്പമായിരുന്നു. കഴിഞ്ഞ തവണ മാണി സി കാപ്പനൊപ്പമായിരുന്നു ഇതേ പുളിക്കക്കണ്ടം ഫാമിലി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ UDF സംവിധാനത്തോടൊപ്പം പുളിക്കക്കണ്ടം ഫാമിലി വരുമ്പോൾ അവരുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അത് കാരണം നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു യുവതി വരുന്നു. അതിനപ്പുറത്തേക്ക് ആ യുവതിയുടെ ഭരണ മികവ് ഉണ്ടാകുമോ എന്നുള്ളത് ജനം ഉറ്റുനോക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു ട്രെൻഡ് പാലാ മുനിസിപ്പാലിറ്റിയിൽ ദിയ പുളിക്കക്കണ്ടത്തിന് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് മാണി സി കാപ്പൻ അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ അതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ബിനു പുളിക്കക്കണ്ടവും ആ പുളിക്കക്കണ്ട ഫാമിലി LDFിനോടൊപ്പം നിന്നുകൊണ്ട് LDFിനെതിരായിട്ട് പ്രവർത്തിച്ചു. അതായത് കാപ്പൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഈ പുളിക്കക്കണ്ട ഫാമിലി നേരെ തന്നെ UDFിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ UDFിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. ഇനി സ്വന്തം മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിൽപ്പെട്ടതാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല നേരെ LDFിന് വോട്ട് കിട്ടുമോ എന്നുള്ള കാര്യം. ഏതെങ്കിലും അതോടെ നിൽക്കട്ടെ. ഇതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനം എന്നൊക്കെ പറയുന്നത് ഒരു കുട്ടികളിയല്ല. ദിയ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, വളരെ ശോഭനമായ ഒരു ഭാവിയുള്ളൊരു പെൺകുട്ടിയാണ്. ഇതൊക്കെ ഞാൻ അംഗീകരിക്കുകയും സമ്മതിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില പൊളിറ്റിക്കൽ ഡിസിഷൻസ് അത് വളരെ വലിയൊരു കാര്യമാണ്. കാര്യം ഒരുപക്ഷെ കുട്ടിയുടെ പിതാവായിട്ടുള്ള ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി വളരെ ഒരു സക്സസ്ഫുൾ ചെയർപേഴ്സണായിട്ട് അവർക്ക് മാറാനായിട്ടൊക്കെ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ആര്യ രാജേന്ദ്രൻ എടുക്കുക, തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ തുടക്കത്തിൽ വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഈ അധികാരത്തിൻ്റെ ഒരു ഗർവ് അത് ഓട്ടോമാറ്റിക്കലി കടന്നുകൂടും. പ്രായം എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് പക്വതയുടെ ഘടകങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാലാ നഗരസഭയുടെ ഇപ്രാവശ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ LDFിന് 12 സീറ്റുകൾ അവിടെ ഉണ്ട്. അതുകൂടാണ്ട് UDFിന് 10 സീറ്റുകളുണ്ട്. അതോടൊപ്പം ഈ പുളിക്കക്കണ്ടം ബ്രദേഴ്സിന് 3 സീറ്റുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 25ആയി. പിന്നെ ഒരു വിമത സ്ഥാനാർത്ഥിയാണ് അവിടെ, അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ ഒരു വിമതയുമാണ് വിജയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ മുനിസിപ്പാലിറ്റികളുടെ 26 സീറ്റുകൾ എന്ന് പറയുന്നത്. ജനാധിപത്യ രീതിയിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ വിജയം ആർക്കാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 സീറ്റ് നേടിയിട്ടുള്ള LDFിനാണ് ഉണ്ടായിട്ടുള്ളത്. UDFിന് കിട്ടിയിരിക്കുന്ന 10 സീറ്റിൽ 1 സീറ്റ് നറുക്കിട്ടെടുത്തിട്ടുള്ളതാണ്. വേറൊരു സീറ്റിൽ 1 വോട്ടിനാണ് തോറ്റുപോയിട്ടുള്ളത്, 1-2 വോട്ടിനാണ് തോറ്റുപോയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾ കൂടി അവിടെ ഉണ്ട് എന്ന് പരിഗണിക്കുന്ന സമയത്ത്, കൂടാതെ തന്നെ പല നിയോജക മണ്ഡലം എടുത്ത് പരിശോധിക്കുന്ന
ചോദിക്കുന്ന സമയത്ത് 1500 മുകളിൽ വോട്ടിന്റെ നേട്ടം LDF-നാണ്. അതുകൂടി നമ്മൾ കാണാതെ പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യം നമ്മൾ കണക്കിലെടുക്കുമ്പോഴത്തേക്ക് ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ജാഥയിലൊന്നും ജാഥയിൽ പങ്കെടുക്കാത്തതിന് പിന്നെ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജാഥയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ CPM-നെതിരെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരത്തില്ലേ? ജാഥയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കാപ്പനെ സംബന്ധിച്ചിട്ട് കാപ്പന് CPM-നെതിരെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതായിട്ട് വരും. പക്ഷേ അങ്ങനെ CPM-നെതിരെയും BJP-ക്കെതിരെയും ഒരക്ഷരം മിണ്ടാൻ സാധിക്കാത്തത് കൊണ്ടാണ് കാപ്പൻ ഈ ജാഥയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. മാണി സി കാപ്പൻ ഈ ജാഥയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ. അത് ഈ UDF-ന്റെ പുതുയുഗ യാത്രയിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിനെതിരെയും അതോടൊപ്പം തന്നെ BJP-ക്കെതിരെ സംസാരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാപ്പൻ ഈ ജാഥയിൽ പങ്കെടുക്കാതിരിക്കുന്നത്. കാരണം കാപ്പൻ ഏതെങ്കിലും രീതിയിൽ CPM-നെയോ BJP-യോ വിമർശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ടുകൾ പലതും പോകുന്നേ. ആ ഒരു ഭയം കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ ജാഥയിൽ പങ്കെടുക്കാതിരിക്കുന്നത്. ഇദ്ദേഹം പല ആളുകളോടും പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് പകരമായിട്ട് വേറെ ആരെയൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. വേറെ ആരെയെങ്കിലും പറഞ്ഞയച്ചിട്ട് കാര്യമുണ്ട്? ആ പാർട്ടിക്കകത്ത് 4 ആളറിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അതല്ലെങ്കിൽ പിന്നെ സുൾഫിക്കർ മയൂരി എന്ന് പറയുന്ന വേറൊരാളുണ്ട്, അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ടില്ല. വേറൊരു സലിം പി മാത്യു ഉണ്ട്, അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ടില്ല. ഈ 2 പേര് കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിക്കകത്ത് 2 പേരറിയുന്ന വേറെ ഏതെങ്കിലും മനുഷ്യരുണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പനെ സംബന്ധിച്ചിട്ട് കാപ്പൻ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു. ആ ഭയന്ന് തുടങ്ങിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതുയുഗ യാത്രയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. പക്ഷേ ദേവരാജനെയൊക്കെ സംബന്ധിച്ച് ദേവരാജിൻ്റെതായിട്ടുള്ള ഒരുപാട് റീസൺസുകൾ ഉണ്ടാവാം. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ടാവാം. അതോട് കൂടാതെ തന്നെ ഇപ്പം JSS-നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ രാജൻബാബു സാർ അനുഗമിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അറിയാലോ, ഒരു രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ആ പാർട്ടിക്കകത്തില്ല. CK ജാനു പോലും ഈ പുതുയുഗ യാത്രയിൽ അനുഗമിക്കുന്നുണ്ട്. പക്ഷേ കാപ്പൻ മാത്രം പുതുയുഗ യാത്രയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാപ്പന് BJP വോട്ടുകളും വേണം, CPM-ന്റെ വോട്ടും വേണം. അതുകൊണ്ട് മാത്രമാണ് ഈ പുതുയുഗ യാത്രയിൽ നിന്ന് കാപ്പൻ വിട്ടു നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ, അധികാരത്തിന് വേണ്ടിയിട്ട് മാത്രം UDF-നെ സ്നേഹിക്കുന്ന ആളുകളെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കണമോ വേണ്ടയോ എന്ന് VD സതീശനും അതോടൊപ്പം തന്നെ UDF-ന്റെയും കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെയും ഒക്കെ നേതാക്കന്മാർ കൂടി ആലോചിക്കണം, എന്നൊരു പുനർവിചിന്തനം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മാണി സി കാപ്പൻ്റെ ഇപ്പോഴുള്ള ജോസ് കെ മാണിയുമായിട്ടുള്ള ഈ ഒരു വാഗ്വാദങ്ങൾ നടത്തിയതിന് ശേഷം അദ്ദേഹം പാലാ ഞാൻ വിട്ടുതരില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്. ഈ തൃശ്ശൂർ എനിക്ക് തരണം, എനിക്ക് നിങ്ങൾ ഈ തൃശ്ശൂർ തരണം, ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുവാണ് എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി പറഞ്ഞ അതേ രീതിയിൽ മാണി സി കാപ്പൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പാലാ തരണം, പാലായിൽ നിന്ന് ഞാൻ പോകില്ല, പാലായിലെ ജനങ്ങൾ എന്നെ അങ്ങ് ഏറ്റെടുക്കണം. അതായത് മാണി സി കാപ്പൻ ഈ കഴിഞ്ഞ 2 ടേമുകളായിട്ട് മാണി സി കാപ്പൻ പാലാക്കാർക്ക് എന്ത് നൽകി എന്നുള്ളതും പാലക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ്. പാലക്കാരെ സംബന്ധിച്ചിട്ട് ഇത്രയും മോശപ്പെട്ട ഒരു MLA പാലയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത്രയും മോശപ്പെട്ട ഒരു MLA പല സ്ഥലങ്ങളിലും പണ്ട് നേരത്തെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ആ KM മാണി സാറിൻ്റെ നാട്ടുകാരനല്ലേ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പാലക്കാർ ചെല്ലുന്ന സമയത്ത് അവിടെ തന്നെ വരുന്നത് എന്താ ആ ഒരു രീതിയിലേക്ക് ആയി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവസ്ഥ എന്ന് അറിയിച്ചു നോക്കി. ഇപ്പം ഞാൻ പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയ്ക്കകത്തൊക്കെ കുറേ ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് പാലയിലുള്ള ജനങ്ങൾ കൃത്യമായിട്ട് ഇദ്ദേഹത്തെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാപ്പനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തോട് തന്നെ ആത്മാർത്ഥതയില്ല. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യവും ചെയ്യും, എന്ത് കൊള്ളരുതായ്മയും ചെയ്യും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാലായ്ക്ക് ഒരിക്കലും യോജിച്ചിട്ടുള്ള ഒരു MLA അല്ല. അത് കൂടാതെ തന്നെ ഒരു പ്രാവശ്യം തോറ്റിട്ടുള്ള ഈ ജോസ് കെ മാണിയെ കിടന്ന് 4 പ്രാവശ്യം തോറ്റിട്ടുള്ള കാപ്പനാണ് കളിയാക്കുന്നത്. ഇതിനു മുമ്പ് കാപ്പൻ പത്തനംതിട്ട പോയിട്ട് NCPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അന്ന് വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിന് എത്ര വോട്ട് കിട്ടിയെന്ന് അറിയാമോ? 3000 വോട്ടാണ് കിട്ടിയത്. അതായത് K മുരളീധരന് ഇവിടെ 92,000 മേളിൽ വോട്ട് വയനാട്ടിൽ കിട്ടിയ സമയത്ത് കാപ്പൻ ആ സമയത്ത് NCPയുടെ സ്ഥാനാർത്ഥിയായിട്ട് പത്തനംതിട്ട പോയി മത്സരിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് കിട്ടിയത് 3000 വോട്ടാണ്. അതാണ് കാപ്പൻ്റെ ജനകീയത എന്ന് പറയുന്നത്. കാരണം പാലയിലുള്ള കോൺഗ്രസ്സുകാർക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർക്കൊന്നും തലയ്ക്ക് വെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇദ്ദേഹത്തെ നിർത്തേണ്ട കാര്യമുണ്ടോ? ഇതൊരു ഫിഗറായിട്ട് അങ്ങനെ നിർത്തി LDF-ൽ നിന്ന് 2021 ഒരു MLA UDF-ലേക്ക് വരുന്നു. അത് ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് കാപ്പൻ ഇന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിലനിൽക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല സുനിൽ കനകുലുവിൻ്റെ ഒക്കെ റിപ്പോർട്ട് പ്രകാരം പോലും തോൽക്കാൻ സാധ്യതയുള്ള ആളുകളുടെ പട്ടികയിൽ തന്നെയാണ് കാപ്പനുള്ളത്. നിലവിൽ എന്താണെങ്കിലും പാലായുടെ ഒരു രാഷ്ട്രീയ സാഹചര്യവും
നിലവിലത്തെ പൂഞ്ഞാർ മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളും, പ്രത്യേകിച്ചും പൂഞ്ഞാർ വടക്കേക്കര പഞ്ചായത്ത് പോലെയുള്ള BJP ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഇപ്പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. അങ്ങനെ നോക്കുമ്പോൾ എന്താണെങ്കിലും BJP എന്താണെങ്കിലും പാലായിൽ മത്സരിക്കാൻ ഷോണിനെ തന്നെ ഇറക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം 99% തീരുമാനമായിരിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങളും BJP തുടങ്ങിയിരിക്കുന്നു. പല സ്ഥലങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ BJP എന്താണെങ്കിലും പാലാ പിടിക്കാൻ തയ്യാറാകുന്നു. എന്താണെങ്കിലും ഇത്തവണത്തെ മത്സരം, പാലായിലെ മത്സരം LDF വേഴ്സസ് BJP തന്നെയായിരിക്കും. അതിൻ്റെ അകത്ത് UDF മാണി സി കാപ്പനോ യാതൊരുവിധ ഒരു പോയിന്റും ഇല്ല എന്നുള്ളതാണ്. അവർ കൃത്യമായിട്ട് അപ്രസക്തരായിട്ട് മാറ്റപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നും ഞാൻ നടത്തിയ പഠനങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്.